ഓക്കെ, അപ്പം നമുക്ക് ബാക്കി എടുക്കാം. അപ്പം നമ്മൾ പറഞ്ഞു കോൺട്രിബ്യൂഷൻ ഓഫ് ബറ്റലൊട്ട അല്ലേ. ബാട്ടലൊട്ട എന്താ പ്രൊണൗൺസിയേഷൻ കൃത്യം എനിക്ക് നിങ്ങൾ ബാട്ടലൊട്ട മലയാളത്തിലൊക്കെ അങ്ങനെ കണ്ട ഭരണിയുടെ കേട്ടോ. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നത് എന്താണ്, രസ എന്ന് പറയുമ്പോൾ അതൊരു എന്താണ് ഇസ്തറ്റിക് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആണെന്നും അത് സ്റ്റേജിലും അല്ലേ പിന്നെയോ സ്പെക്ടേറ്ററിൻ്റെ കോൺഷ്യസ് മൈൻഡിലൊക്കെ വരുന്നതാണെന്നൊക്കെ പറയുന്നു. പിന്നെ നമ്മളിനി അതിൻ്റെ ക്രിറ്റിസിസം പറയുകയാണെങ്കിൽ ദ മേജർ ഡ്രോബാക്സ് ഇൻ ബറ്റലോട്ടാസ് തിയറി ഹാവ് ബീൻ പോയിൻ്റ് ഔട്ട് ബൈ ദി മമ്മട്ട. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വിഭാവ ആൻഡ് രസ ഈസ് നോട്ട് സിമിലർ ടു ദ കോസ് എഫക്റ്റ് റിലേഷൻ വിച്ച് എക്സിസ്റ്റ് ബിറ്റ്വീൻ മാനുഫാക്ചർ ആൻഡ് ദ പ്രൊഡക്റ്റ്. അതായത് ഇതിൻ്റെ ഈ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് വിഭാവ എന്ന് പറയുമ്പോൾ എന്താ കോസാണ്, അനുഭാവ അല്ലെ, ഓർമ്മയുണ്ടോ ആ ഒരു അദ്ദേഹത്തിൻ്റെ വിഭാവ എന്ന് പറയുമ്പോൾ കോസ്, അനുഭാവ എന്ന് പറയുമ്പോൾ എഫക്റ്റ്. അപ്പോൾ കോസ് എഫക്റ്റ് റിലേഷനാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ എന്ത് വരുന്നത്, ഈ ഒരു രസ അല്ലെങ്കിൽ എന്താ അദ്ദേഹത്തിൻ്റെ ഈ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വിഭാവ ആൻഡ് രസ എന്നതുകൊണ്ട്. പക്ഷേ അത് ശരിക്ക് എന്താണ് ആ ഒരു കോസ് എഫക്റ്റ് റിലേഷൻഷിപ്പ് നമ്മളൊരു മാനുഫാക്ചററും പ്രൊഡക്റ്റും തമ്മിലുള്ള ഒരു കോസ് എഫക്റ്റ് റിലേഷൻ പോലെയല്ല എന്നതാണ് ആര് പറയുന്നത്, മമ്മട്ട എന്ന് പറയുന്ന ആൾ പറയുന്നത്. പിന്നെ ഷൺഗുഗാസ് കോൺട്രിബ്യൂഷൻ ടു രസ തിയറി. ഷൺഗുഗ റിജക്റ്റ് ബട്ടലോട്ടാസ് ആർഗ്യുമെൻറ്റ് ദാറ്റ് രസ ഈസ് എ ഹൈറ്റൻഡ് സ്റ്റേറ്റ് ഓഫ് ദ ബേസിക് ഇമോഷൻ. അതായത് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ പറയുകയാണെങ്കിൽ ഷൺഗുഗ പറയുന്നത് ബട്ടലോട്ടയുടെ ഈ തിയറി എന്താണ്, തെറ്റാണ് അല്ലെ, ബട്ടലോട്ടൻ്റെ ആ ഒരു റിജക്റ്റ് ചെയ്യാണ് തിയറി. അദ്ദേഹം പറയുന്നു ഹൈറ്റൻഡ് സ്റ്റേറ്റ് ഓഫ് ബേസിക് ഇമോഷൻ. ഹി പോയിൻറ്റ്സ് ഔട്ട് ദാറ്റ് ആരാണ് പറയുന്നത്, ഷൺഗുഗ. അദ്ദേഹം പറയുന്നത് ഇമോഷൻ ലൈക്ക് സോറോ, ആങ്കർ, ലവ് ഡിമിനിഷ് ഇൻ ദ മാഗ്നിറ്റ്യൂഡ് വിത്ത് പാസേജ് ഓഫ് ടൈമാണ് അല്ലെ. കാലങ്ങൾ കഴിയുന്നതിനനുസരിച്ച്, സമയങ്ങൾ കഴിയുന്നതിനനുസരിച്ച് നമ്മുടെ സോറോ, ആങ്കർ, ലവ് ഇതൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങും, ഡിമിനിഷ് ചെയ്യാൻ തുടങ്ങും, കുറയാൻ തുടങ്ങും. ഷൺഗുഗ മെയിൻറ്റെയിൻസ് ദാറ്റ് ദ രസ ഇസ് ഡെഡ്യൂസ്ഡ് ബൈ ദ സ്പെക്ടക്ടർ ആസ് എക്സിസ്റ്റ് ഇൻ ദ ആക്ടർ ഹു ഇസ് ഐഡൻറ്റിഫൈഡ് ആസ് ദ ക്യാരക്ടർ. അദ്ദേഹം പറയുന്നത് രസ എന്ന് പറയുന്നത് അല്ലേ എന്ത് ചെയ്യുന്നു, ആദ്യം അത് ഡെഡ്യൂസ് ചെയ്യാൻ തുടങ്ങും ബൈ ദ സ്പെക്ടക്ടർ ഓർ കാഴ്ചക്കാരിൽ നിന്ന് അല്ലേ, ആൻഡ് ആസ് എക്സിസ്റ്റിംഗ് ഇൻ ദ ആക്ടർ ഹു ഇസ് ഐഡൻറ്റിഫൈഡ് ആസ് ദ ക്യാരക്ടർ. ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഒരു ക്യാരക്ടറായി ഐഡൻറ്റിഫൈ ചെയ്യുന്നു. പക്ഷേ അതെന്ത് ചെയ്യും, ആരിലേക്ക് എത്തിപ്പെടും എന്നാണ്, സ്പെക്ടക്ടറിലേക്ക് എത്തിപ്പെടും. അതായത് ഒരു ക്യാരക്ടർ ആക്ടറായിക്കൊണ്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ആളുടെ ആ ഒരു ഇമോഷൻ ആരിലേക്ക് എത്തിപ്പെടുകയാണ്, ഒരു ഓഡിയൻസിലേക്ക് എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. ഷൺഗുഗ റിലേറ്റ് ദ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ആക്ടർ വിത്ത് ദ ക്യാരക്ടർ ടു ദ അസോസിയേറ്റ് മെയ്ഡ് ബിറ്റ്വീൻ എ പിക്ചർ ദറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം റിയൽ ഒബ്ജക്റ്റ് ഇറ്റ്സെൽഫ്. അദ്ദേഹം പറയുന്നത് ആരുടെ ഐഡൻറ്റിഫിക്കേഷൻ, ഒരു ആക്ടറും ക്യാരക്ടറുമായിട്ടുള്ള ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്തുപോലെയാണ്, ഒരു പിക്ചർ അല്ലേ, അതെന്താണ്, ഇറ്റ് ഈസ് ടോട്ടലി ഡിഫറൻസ് ഫ്രം ദ റിയൽ ഒബ്ജക്റ്റ്. റിയൽ ഒബ്ജക്റ്റിൽ നിന്ന് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പിക്ചർ പോലെയാണ് ഒരു ക്യാരക്ടറും ആക്ടറും എന്ന്. സിമിലർലി ഇൻ ദ തിയേറ്റർ വെൻ ദ സ്പെക്ടക്ടർ എൻകൗണ്ടേഴ്സ് ദ ആക്ടർ ഹി ഹാസ് നോ പ്രോബ്ലം ഇൻ ഇമാജിനേറ്റീവ്ലി ഐഡൻറ്റിഫൈങ് ദ ആക്ടർ ഹു റെപ്രസെൻറ്റ്സ് ദ ക്യാരക്ടർ. കൺഫ്യൂഷനായത് അദ്ദേഹം പറയുന്നത് അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ തിയേറ്ററിൽ ഒരു കാഴ്ചക്കാരൻ, ഒരു സ്പെക്ടക്ടർ, അദ്ദേഹം എൻകൗണ്ടർ ദ ആക്ടർ, ആരെ കാണുകയാണ്, ഒരു ആക്ടറിനെ കാണുകയാണ്. ഇവിടെ ഒരു തിയേറ്ററിൽ വെച്ച് ഒരു ഡ്രാമ കാണുമ്പോൾ, സിനിമ കാണുമ്പോൾ, ഒരു ആക്ടറെ കാണുമ്പോൾ അദ്ദേഹത്തിന് ആ ഒരു സ്പെക്ടക്ടറിന് അല്ലെങ്കിൽ ആ ഒരു ഓഡിയൻസിന് നോ പ്രോബ്ലം ടു ഇമാജിനേറ്റ്ലി ഐഡൻറ്റിഫൈയിങ് ദ ആക്ടർ. ആരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ, ആ ഒരു ആക്ടറിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ, ഇത് എന്താണ് ക്യാരക്ടറല്ല ഇത് ആക്ടറാണ് എന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യാൻ ആർക്ക് പറ്റും, സ്പെക്ടക്ടറിന്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്ടർ പൂർണ്ണമായിട്ടും ഒരു ക്യാരക്ടർ ആകുന്നില്ല. ഒരു ആക്ടറും ഒരു ക്യാരക്ടറും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുപോലെയാണ്, ഒരു പെയിൻറ്റിങ്ങും യഥാർത്ഥ പിക്ചറും തമ്മിൽ, യഥാർത്ഥ റിയൽ ഒബ്ജക്റ്റും അല്ലേ, ഇപ്പോൾ പൂച്ചയുടെ ഒരു പിക്ചറും പൂച്ച എന്ന റിയൽ ഒബ്ജക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് പോലെ തന്നെയാണ് ഒരു ആക്ടറും ഒരു ക്യാരക്ടറും തമ്മിൽ. അപ്പോൾ ഒരിക്കലും അവരെന്താകില്ലെന്നാണ്, അതിലേക്ക് ചേരില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹം പറയുന്നു എസ്തെറ്റിക് എക്സ്പീരിയൻസ് നമുക്ക് കനോട്ട് ബി കാറ്റഗറിക്കലി ഡിസ്ക്രൈബ്ഡ് ആസ് റിയൽ ഓർ അൺറിയൽ സിൻസ് ഇറ്റ് പാർട്ടേക്സ് ദ ക്യാരക്ടേഴ്സ് ഓഫ് ദ ബോത്ത്. ഇത് റിയൽ ആണ് അൺറിയൽ ആണ് ഈ ഒരു എക്സ്പീരിയൻസ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, കാരണം രണ്ടും നമുക്കതിൽ കാണാം, റിയാലിറ്റിയും അൺറിയാലിറ്റിയും കാണാം. ഷൺഗുഗാസ് തിയറി ഈസ് അനുമിതവാദ, that is inference theory, and model provided by him explain the understanding of emotion in the actor which is similar in understanding that the hill on smoke is on fire. അതായത് ശങ്കുകയുടെ വാദമാണ്, എന്താണ് തിയറിയാണ് എന്ത്, അനുമിതവാദ, ദറ്റ് ഈസ് ഇൻഫറൻസ് തിയറി അല്ലേ.
അതായത് ഊഹം. ദ മോഡൽ പ്രൊവൈഡ് ബൈ ഹിം എക്സ്പ്ലെയിൻ ദാറ്റ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഇമോഷൻ ഇൻ ദ ആക്ടർ. ഒരു ആക്ടറിലുള്ള ഇമോഷൻ എന്തുപോലെയാണ്, നമ്മളിപ്പോൾ ഒരു ആക്ടർ അത് ആ ഒരു ക്യാരക്ടറിനെ ആക്ട് ചെയ്യുമ്പോൾ അയാളിലുണ്ടാകുന്ന ഇമോഷൻ എന്തുപോലെയാണ്. നമ്മളിപ്പോൾ ഒരു ഹില്ലിൽ മുഴുവനും എന്ത് കാണുകയാണ്, സ്മോക്ക് കാണുകയാണെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യും എന്താ ഈസ് ഓൺ ഫയർ, അത് തീ പിടിച്ചിരിക്കുകയാണ് എന്ന് പറയുന്നത് പോലെയാണ്. അത്രയും ഒരു എന്തുമാത്രമാണ്, ഒരു ഇമാജിനേഷൻ മാത്രമാണ്. ഇമോഷൻ ഓഫ് ദ ക്യാരക്ടർ ഈസ് റെക്കഗ്നൈസ്ഡ് വെൻ ദ സർക്കംസ്റ്റാൻസസ് ദാറ്റ് പ്രോം സച്ച് ആൻ ഇമോഷൻ ഈസ് പെർസീവ്ഡ്. ഓക്കെ, അത്രയും ഓർമ്മിക്കുക. ഇനി അടുത്തത് ഒരുപാട് പറയാൻ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ നമുക്ക് സമയമില്ല. അപ്പോൾ അടുത്തത് രസ തിയറി ആൻഡ് ബറ്റനായക. ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കുക. ചോദിക്കുകയാണെങ്കിൽ, നിങ്ങൾ പാരഗ്രാഫിന് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ബട്ടനായകയുടെ രസാ തിയറി ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പാരഗ്രാഫ് മാത്രം എഴുതാനുള്ളെങ്കിൽ പോലും ബാക്കി നിങ്ങൾ രസാ തിയറിയെക്കുറിച്ചൊക്കെ എഴുതി പേജ് നിറച്ചോളൂ കേട്ടോ. Bhattanayaka projected the experimental aspect related to emotion in his theory called ബുദ്ധിവാദ എൻജോയ്മെൻറ്റ് തിയറി. ഓക്കെ, ഭട്ടനായികയുടെ ആദ്യം നമ്മൾ പറഞ്ഞു, ശങ്കുകയുടേത് ഏതാണ്, അനുമീതവാദ. ഇപ്പോൾ പറയുന്നത് ആരതാണ്, ബുദ്ധിവാദ മീൻസ് enjoyment theory. He points out that emotion in real life could either be personal or experienced by others. നമ്മളെ ഇമോഷൻ, റിയൽ ലൈഫിലുള്ള ഇമോഷൻ എന്ന് പറഞ്ഞാൽ അത് പേഴ്സണൽ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവർ എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്നവ. പേഴ്സണൽ ഇമോഷൻസ് ആർ യുണീക്ക്. ഹൗവർ ഗെറ്റിംഗ് ഇൻവോൾവ്ഡ് ഇൻ അതേഴ്സ് ഇമോഷൻ കുഡ് ബി ഇൻ്റർമിംഗിൾഡ് ഓർ ഇൻഫ്യൂസ്ഡ് വിത്ത് ദ റേഞ്ച് ഓഫ് ഫീലിംഗ്സ് സച്ച് ആസ് ഇൻഡിഫറൻസ്, ഹോസ്റ്റിലിറ്റി, സിമ്പതി ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഇൻഡിവിജ്വൽ ആറ്റിറ്റ്യൂഡ് ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് റിലേഷൻഷിപ്പ്. അതായത് പേഴ്സണൽ ഇമോഷൻ എന്ന് പറയുന്നത് നമുക്ക് ഓരോ വ്യക്തിക്കും യുണീക്കാണ് അല്ലേ. പക്ഷേ നമ്മളിപ്പോൾ ഒരു ഇമോഷൻ ദാറ്റ് കുഡ് ബി പക്ഷേ ഗെറ്റിംഗ് ഇൻവോൾവ്ഡ് ഇൻ അതേഴ്സ് ഇമോഷൻ, മറ്റുള്ളവരുടെ ഇമോഷനിലേക്ക് എത്തിപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായിരിക്കണം, കുഡ് ബി ഇൻ്റർമിംഗിൾഡ് ആൻഡ് ഇൻഫ്യൂസ്ഡ് വിത്ത് റേഞ്ച് ഓഫ് ഫീലിങ്സ് ആണ്. അതായത് നമ്മൾ ആ ഒരു അവരുടെ ഫീലിങ്സുമായിട്ട് ഇൻ്റർമിംഗിൾ ചെയ്യും മാത്രമേ നമുക്ക് ആ മറ്റുള്ളവരുടെ ഇമോഷനിൽ എത്തിപ്പെടാൻ പറ്റുകയുള്ളൂ. അതായത് ഒരാളുടെ ഇൻഡിഫറൻസ്, ഇപ്പോൾ ഒന്നിനോടുള്ള ഒരു അസംതൃപ്തി ഒരാൾക്കുള്ള, അല്ലെങ്കിൽ ഒരാൾക്കുള്ള വെറുപ്പ്, അല്ലെങ്കിൽ ഒരാൾക്കുള്ള സിമ്പതി, ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇൻഡിവിജ്വൽ ആറ്റിറ്റ്യൂഡാണ്. അതായത് ഇപ്പോൾ എനിക്ക് എന്ത് ചെയ്യുന്നു, ഒരു ഐഡിയയോട് ഞാനൊരു ഇൻഡിഫറൻസ് ഫീൽ ചെയ്യുകയാണെങ്കിൽ എൻ്റെ ആ ഒരു ഇൻഡിഫറൻസ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻ്റെ ഭാഗമായിക്കൊണ്ട് ആ ഫീലിങ്സ് നിങ്ങളിൽ ഇൻഫ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഇൻ്റർമിങ്കിൾ ചെയ്യും. അല്ലാത്ത പക്ഷം അതെന്ത് ചെയ്യില്ല, എല്ലാവരിലും എത്തിപ്പെടണമെന്നില്ല. മനസ്സിലായോ? അപ്പോൾ പേഴ്സണൽ ഇമോഷൻ എന്ന് പറഞ്ഞാൽ യുണീക്കാണ്. പക്ഷേ മറ്റ് ഉള്ളവരുടെ ഇമോഷനിലേക്ക് മറ്റ് ഇമോഷൻസിലേക്ക് എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് നടക്കുന്നൊരു കാര്യമല്ല. അതാണപ്പോൾ ആരുടേത്, ഭട്ടനായികയുടെ തിയറി. ഹൗവർ ദ എക്സ്പീരിയൻസ് ആർ ഡിസിമിലർ ഇൻ ഐദർ കേസ്. പക്ഷേ അതുമാത്രമല്ല, അങ്ങനെ എത്തിപ്പെട്ടാൽ പോലും അവർക്കുണ്ടാകുന്ന എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ മേ ബി എന്തായിരിക്കും, ഡിസിമിലർ ആയിരിക്കും. ഇൻ ദ ഒപ്പീനിയൻ ഓഫ് ഭട്ടനായിക ഇറ്റ് ഈസ് നെസറി ടു എക്സ്പ്ലെയിൻ ടു ഫംഗ്ഷൻ ഓഫ് പോയറ്റിക് ലാംഗ്വേജ് ഇൻ അഡീഷൻ ടു ഇറ്റ്സ് റെഫറൻഷ്യൽ ഫംഗ്ഷൻ ഫോർ ദ സാറ്റിസ്ഫൈ എക്സ്പ്ലനേഷൻ ഓഫ് ദ ഈസ്തെറ്റിക് എക്സ്പീരിയൻസസ്. അതായത് ഭട്ടനായിക പറയുന്നത് നമുക്ക് പോയറ്റിക് ലാംഗ്വേജിന് ടു ഫങ്ഷൻസ് ഉണ്ട് അല്ലേ. അതിന് ഒന്നെന്താ റെഫറൻഷ്യൽ ഫങ്ഷനാണ്, പിന്നെയോ സാറ്റിസ്ഫൈ എക്സ്പ്ലനേഷൻ ഓഫ് ദ ഈസ്തെറ്റിക് എക്സ്പീരിയൻസ്. അതായത് റെഫറൻഷ്യൽ ഫങ്ഷൻ മാത്രമല്ല, അഭിധ എന്നാണ് ഇതിന് പറയുക. അത് മാത്രമല്ല ഒരു പോയറ്റിക് ലാംഗ്വേജിനുള്ള അദ്ദേഹം പറയുന്നത് നമ്മളൊരു പ്രോസസ് ഓഫ് ഡീ ഇൻഡിവിജ്വലൈസേഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സലൈസേഷൻ, സാധാരണീകരണ in poetry and theatre by means of which the purely personal elements of the character disappear and poetic themes achieves universal distinction. അദ്ദേഹം പറയുന്നത് ഇതാണ് ആ ഒരു എൻജോയ്മെൻറ്റ് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേഴ്സിൻ്റെ ഇമോഷൻ നമ്മളിലേക്ക് ഇൻ്റർമിങ്കിൾ ചെയ്യുക. അതാണ് ഡീ ഇൻഡിവിജ്വലൈസേഷൻ അല്ലെങ്കിൽ എന്താ യൂണിവേഴ്സലൈസേഷൻ. ഡീ ഇൻഡിവിജ്വലൈസേഷൻ ആൻഡ് യൂണിവേഴ്സലൈസേഷൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്താണ്, നമ്മൾ തിയേറ്ററിൽ നിന്നൊക്കെ എന്ത് ചെയ്യുന്നു, പേഴ്സണലായിട്ടുള്ള എലമെൻറ്റ്സ് ഓഫ് ദ ക്യാരക്ടർ അത് ആരിലേക്ക് ഡിസപ്പിയർ ചെയ്തിട്ട് പോയറ്റിക് തീംസ് എന്ത് ചെയ്യുന്നു, ഒരു യൂണിവേഴ്സൽ ഡിസ്റ്റിങ്ഷൻ. അതായത് ഇപ്പോൾ ക്യാരക്ടറിനുള്ള ഒരു ഇമോഷൻസ് എന്ത് ചെയ്യുകയാണ്, ക്യാരക്ടറിൻ്റെ സ്പെക്ടക്ടർലെസ്സിലൊക്കെ എത്തിപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്യുന്നു, അവിടെ ഒരു യൂണിവേഴ്സലൈസേഷൻ ഉണ്ടാവുകയാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇപ്പം ഭട്ടനായിക ആർഗ്യൂസ് ദാറ്റ് ക്യാരക്ടേഴ്സ് ലൈക്ക് ദുഷ്യന്ത രാമ സീസ് ടു എക്സിസ്റ്റ് ആസ് എൻ ഓർഡിനറി ഇൻഡിവിജ്വൽ that are separated from the reader in space and time and get transformed into a universal state by virtue of
by virtue of which it is possible to transcend personal barriers and later identify with the character aesthetic contemplation. അതായത് ദുഷ്യന്തിയും രാമയും ഒക്കെ വളരെ ഓർഡിനറി ആയിട്ടുള്ള അല്ലേ ക്യാരക്ടർ ഇൻഡിവിജ്വൽസ് ആണെന്നും അല്ലേ പിന്നെ അവരെന്ത് ചെയ്യുന്നു അവരുടെ വേർച്യൂ കൊണ്ട് അവരുടെ നന്മ കൊണ്ടൊക്കെ അവരെന്ത് ചെയ്യുകയാണ് ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ളൊരു സ്റ്റേജിലേക്ക് എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഓർമ്മിക്കുക. അപ്പോൾ അതിൽ ഡി ഇൻഡിവിജ്വലൈസേഷൻ എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ്. അതായത് ഇവിടെ നമ്മൾ പറഞ്ഞു ഭട്ടനായികയുടെ ഈ ഒരു തിയറി പ്രകാരം അദ്ദേഹം പറയുന്നത് നമുക്ക് ഇമോഷൻസ് എന്ത് ചെയ്യാം എക്സ്പീരിയൻസിന് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് പേഴ്സണലാണ്, മറ്റൊന്ന് എക്സ്പീരിയൻസ്ഡ് ബൈ അതേഴ്സാണ്. അപ്പോൾ ഡി ഇൻഡിവിജ്വലൈസേഷൻ എന്ന് പറയുമ്പോൾ അതിൽ ഡി ഇൻഡിവിജ്വലൈസേഷൻ പ്രോസസ്സ് ഡെവലപ്പ് ചെയ്യുന്ന 3 സ്റ്റേജിലൂടെയാണ്. ഇതൊക്കെ നമുക്ക് ഇതൊക്കെയാണ്. ഒന്ന് സെൽഫ് ഫോർഗെറ്റ്ഫുൾനെസ്. നമ്മളിപ്പോൾ ഒരു എസ്തെറ്റിക് എക്സ്പീരിയൻസിൻ്റെ എൻഡിൽ അല്ലെ ബേസിക് ഇമോഷൻ, അതായത് എസ്തെറ്റിക് വൈൽ എക്സ്പീരിയൻസിങ് ദ എൻഡ് ഓഫ് എ ബേസിക് ഇമോഷൻ ടു രസ അണ്ടർഗോസ് എ പ്രോസസ് കോൾഡ് ഡി ഇൻഡിവിജ്വലൈസേഷൻ. അതായത് നമുക്ക് രസ എന്ന് പറയുന്ന ഒരു ഇമോഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവസാനം നമ്മൾ എവിടെ എത്തും? ഒരു ഡി ഇൻഡിവിജ്വലൈസേഷൻ എന്നൊരു പ്രോസസ്സിലേക്ക് എത്തും. എന്താണ് ഡി ഇൻഡിവിജ്വലൈസേഷൻ എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് എന്താ ചെയ്യുന്നത്? ഡി ഇൻഡിവിജ്വലൈസേഷൻ എന്ന് പറയുമ്പോൾ പ്യുവർലി പേഴ്സണൽ എലമെൻറ്റ്സ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിൻ്റെ ഇമോഷൻസൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങും? ഡിസപ്പിയർ ചെയ്തിട്ട് ആ പോയറ്റിക് തീമിന് എന്ത് കിട്ടും? ഒരു യൂണിവേഴ്സലൈസേഷൻ കിട്ടും. അതാണ് ഒരു യൂണിവേഴ്സൽ ഡിസ്റ്റിങ്ഷൻ കിട്ടും. അതാണ് യൂണിവേഴ്സലൈസേഷൻ. പിന്നെ എന്ത് ചെയ്യാണ്? ഡി ഇൻഡിവിജ്വലൈസേഷൻ എന്ന് പറയുമ്പോൾ ക്യാരക്ടർ എന്താ ചെയ്യുന്നത്? സെൽഫ് ഫോർഗെറ്റ്ഫുൾനെസ് ഉണ്ടാവും. അതായത് ഓഡിയൻസ് വൈൽ വിറ്റ്നസിങ് ദ ഡ്രമാറ്റിക് പ്രസൻറ്റേഷൻ ഫോർഗെറ്റിംഗ് വൺ സെൽഫ് ആൻഡ് സറൗണ്ടിങ് ആൻഡ് കോൺസെൻട്രേറ്റിംഗ് ഓൺ ഹാപ്പനിങ് ഓൺ ദ സ്റ്റേജ്. ഇപ്പോൾ നമ്മളൊരു ഡ്രാമ കാണുമ്പോൾ, ഒരു ഫിലിം കാണുമ്പോൾ നമുക്കൊരു സെൽഫ് ഫോർഗെറ്റ്ഫുൾനെസ് ആണ് ഉണ്ടാവുക, ശരിയല്ലേ? അതായത് നമ്മൾ ആ ഒരു ഡ്രമാറ്റിക് പ്രസൻറ്റേഷൻ മുഴുവനും നോക്കും, പക്ഷെ നമ്മളെന്ത് ചെയ്യും? വി ആർ ഫോർഗെറ്റിംഗ് അവർ സെൽഫ്. നമ്മളെ തന്നെ മറക്കും, സറൗണ്ടിങ്ങിനെ കുറിച്ച് മറക്കും. നമ്മൾ എന്നിട്ട് എന്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും? വാട്ട് ഈസ് ഹാപ്പനിങ് ഓൺ ദ സ്റ്റേജ്. സ്റ്റേജിൽ നടക്കുന്ന കാര്യത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും. അതാണ് ഒന്നാമത്തെ റീസൺ ഡി ഇൻഡിവിജ്വലൈസേഷൻ പ്രോസസ്സ് നടക്കുന്ന ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലായല്ലോ? അപ്പോൾ ഡി ഇൻഡിവിജ്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡി ഇൻഡിവിജ്വലൈസ് ചെയ്യാണ്, നമ്മളല്ലാതായി തീരുകയാണ്. ഐഡൻറ്റിഫിക്കേഷൻ രണ്ടാമത്തത് എന്താണ്? മനസ്സിലായോ? അതായത് നമ്മളിപ്പോൾ ഒരു ഫിലിം കാണുമ്പോൾ ആ ഫിലിമിലുള്ള ക്യാരക്ടറുമായിട്ട് നമ്മൾ എന്താകുകയാണ്? അതിലേക്ക് അങ്ങ് മിംഗ്ലിങ് ആവണം, മറ്റുള്ളവരുടെ ഇമോഷൻസ് നമ്മളിലേക്ക് എത്തിപ്പെടുകയാണ്. അപ്പോൾ നമ്മൾ സറൗണ്ടിങ്ങിനെ കുറിച്ചോ നമ്മളെക്കുറിച്ചോ ഒന്നും ബോധേഡാകാതെ സ്റ്റേജിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. നമ്മൾ സെൽഫ് ഫോർഗെറ്റ്ഫുൾനെസ് നമുക്ക് സംഭവിക്കുകയാണ്. അടുത്തത് ഐഡൻറ്റിഫിക്കേഷൻ, ഐഡൻറ്റിഫൈങ് വിത്ത് ക്യാരക്ടേഴ്സ് ഓൺ ദ സ്റ്റേജ് ഗെറ്റിംഗ് ഇമോഷണലി എഫക്റ്റഡ്. രണ്ടാമത്തതാണ് നമ്മൾ ക്യാരക്ടറുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. ഞാൻ ഇന്നേ ക്യാരക്ടറാണ്, ഇത് ഞാനാണ് എന്നുള്ളൊരു ഐഡൻറ്റിഫിക്കേഷൻ ആരിൽ വരും? ഓഡിയൻസിൽ. മൂന്നാമത്തതാണ് യൂണിവേഴ്സലൈസേഷൻ. വെൻ എസ്തെറ്റിക് എക്സ്പീരിയൻസ് ഓഫ് രസ റീച്ചസ് ഇറ്റ്സ് ക്ലൈമാക്സ്. അപ്പോൾ രസയുടെ ആ ഒരു എക്സ്പീരിയൻസ് ഇമോഷൻ ക്ലൈമാക്സിൽ എത്തിക്കഴിഞ്ഞാൽ ദ അസ്യൂംഡ് പേഴ്സണാലിറ്റി ഈസ് ഫോർഗോട്ടൻ. ആരെ മറക്കും? നമ്മൾ ആ പേഴ്സണാലിറ്റി മറക്കും. ഇൻഡിവിജ്വൽ ഗെറ്റ്സ് കംപ്ലീറ്റ്ലി ഡി ഇൻഡിവിജ്വലൈസ്ഡ്. ദാറ്റ് ഈസ് എക്സ്പീരിയൻസ് ഇൻ ഇമോഷൻ ബിക്കം യൂണിവേഴ്സൽ വെൻ ഇറ്റ് ഈസ് ഷെയർഡ് ബൈ ദ എൻറ്റയർ ഓഡിയൻസ്. അതായത് ഇത് ഒരാൾ മാത്രമല്ല കാണുന്നത്, എൻറ്റയർ ഓഡിയൻസ് കാണുന്നുണ്ട്. ആ ഒരു ഇമോഷൻ എന്താവാണ്? യൂണിവേഴ്സലൈസ് ചെയ്യപ്പെടുകയാണ്. എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഷെയർഡ് ബൈ ദി എൻറ്റയർ ഓഡിയൻസ്. ആദ്യം അതെന്ത് ചെയ്യുന്നു? ആദ്യം ആ ഒരു അസ്യൂംഡ് പേഴ്സണാലിറ്റി, ഇപ്പം നമ്മളെ മാത്രം നോക്കുന്നു, നമ്മളിൽ മാത്രം ഉണ്ടാകുന്ന ആ ഒരു പേഴ്സണാലിറ്റി അല്ലെ എന്ന് പറയുന്ന ആ ഒരു ഇൻഡിവിജ്വാലിറ്റി എന്ത് ചെയ്യാണ്? ഡി ഇൻഡിവിജ്വലൈസ് ചെയ്യപ്പെടുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുള്ള ആ ഒരു എക്സ്പീരിയൻസ് എന്ത് ചെയ്യുന്നു? യൂണിവേഴ്സൽ ആവുന്നു. അതാണ് യൂണിവേഴ്സലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. പിന്നെ സാധാരണീകരണ ജനറലൈസേഷൻ. എന്താ ജനറലൈസേഷൻ? ഇതൊക്കെ രസയിൽ വരുന്നതാണ്, ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ചാൽ മതി. ജനറലൈസേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ടൈറ്റിൽ തന്നെ ഇസ് ദ റിയലൈസേഷൻ ഓഫ് യൂണിവേഴ്സൽ ആൻഡ് ഇംപേഴ്സണൽ ഇൻ പോയട്രി ആസ് ഓപ്പോസിറ്റ് ടു ദ പെർട്ടിക്കുലർ ആൻഡ് ഇൻഡിവിജ്വൽ. അതായത് തീംസ് നേരത്തെ പറഞ്ഞത് തന്നെ യൂണിവേഴ്സലൈസേഷൻ, അതായത് ഒരു യൂണിവേഴ്സൽ ആൻഡ് ഇംപേഴ്സണൽ. പോയട്രികളിലൊക്കെ ഒരു ഇംപേഴ്സണൽ ആയിട്ടുള്ള എലമെൻറ്റ്സ് കാണുക, യൂണിവേഴ്സൽ ആയിട്ടുള്ള എലമെൻറ്റ്സ് കാണുക. എന്തിനേക്കാളും? പെർട്ടിക്കുലർ ആൻഡ് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എലമെൻറ്റ്സിനേക്കാളും. During generalization, emotion by the author, actor, spectator are in unison. While watching the dramatic representation, the spectator identifying completely with the character lose their identity and culminating in universalization. അതായത് നമ്മളിപ്പോൾ ഒരു ജനറലൈസേഷൻ നടക്കുമ്പോൾ ഓതറിൻ്റെ ഇമോഷനും ആക്ടറിൻ്റെ ഇമോഷനും സ്പെക്ടേറ്ററിൻ്റെ ഇമോഷനൊക്കെ എന്തായിരിക്കും? ജനറലൈസ് ചെയ്യപ്പെടും, ഒന്നായിരിക്കും, സെയിം ആയിരിക്കും. നമ്മളിപ്പോൾ ഒരു ഡ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ കാണുമ്പോൾ സ്പെക്ടേറ്റർ എന്ത് ചെയ്യും? കംപ്ലീറ്റ്ലി ക്യാരക്ടറുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യപ്പെടും.
ഞാനാണ് അത് എന്നുള്ള ആ ഒരു ഐഡൻറ്റിഫൈ വരും. എന്നിട്ടോ ദേ ലൂസ് ദെയർ ഐഡൻറ്റിറ്റി, അവർക്ക് അവരുടെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെടും. എന്നിട്ടോ ഒരു യൂണിവേഴ്സലൈസേഷൻ അച്ചീവ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയും ഓർമ്മിക്കുക. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഭട്ടനായക പറയാണ് ഈ ഒരു ജനറലൈസേഷൻ എന്ന് പറയുന്നത് 3 വേർഡ് ഫങ്ഷൻ ഉണ്ട്. ഒന്ന് അബിത, അതായത് പവർ ടു ഇവോക്ക് പ്രൈമറി മീനിങ്. രണ്ടാമത്തേതാണ് ഭാവന, അതായത് പവർ ദാറ്റ് യൂണിവേഴ്സലൈസ് ദ ഈസ്തറ്റിക് ഒബ്ജക്റ്റ്. മൂന്നാമത്തേത് ബോധകത്ത, പവർ വിച്ച് ഫോർഗ്രൗണ്ട്സ് ദ തിങ്സ്. അത് ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ചാൽ മതി. അപ്പോൾ ഇത്രയും മാത്രം പഠിക്കുക. എന്നിട്ട് എസ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എഴുതുന്ന രൂപത്തിൽ പഠിക്കുക കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് പറയേണ്ട, പക്ഷേ സമയമില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർമ്മിക്കുക. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.